അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് പ്രോക്രാസ്റ്റിനേഷനെ കുറിച്ചാണ്. അപ്പോൾ പ്രോക്രാസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഈ വേർഡ് കേട്ടിട്ടുണ്ടാവും അല്ലേ? ഇത് അതായത് നീട്ടി വെക്കുക. നമ്മളൊരു കാര്യം ചിന്തിച്ചത് നാളെ ആവട്ടെ നാളെ ആവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോവുക. ആ കാര്യമായിട്ട് നടക്കണമില്ല. നമ്മൾ വിചാരിച്ച പോലെ ഒന്നും കാര്യങ്ങൾ സ്മൂത്തായിട്ട് പോകുന്നുമില്ല. അപ്പോൾ നമുക്ക് വരുന്ന ആ ഒരു ബുദ്ധിമുട്ടും ടെൻഷനും കാര്യങ്ങളും പ്രയാസങ്ങളും ഒക്കെയാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്യുന്നത്? ഇതിന് രണ്ട് കാര്യങ്ങളാണ് മെയിനായിട്ടുള്ളത്. അതായത് ഒന്നാമത്തെ കാര്യം, ഒന്നല്ലെങ്കിൽ നമുക്ക് ഫിസിക്കലി ഓർ മെൻ്റലി എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം. അതായത് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ്. ഇപ്പോൾ ഫിസിക്കലി എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ വല്ല കാലിന് വല്ല ബുദ്ധിമുട്ടോ കൈക്ക് വല്ല ബുദ്ധിമുട്ടോ വല്ല വിളിച്ച എന്തെങ്കിലും സംഭവങ്ങൾ, അല്ല പെയിനോ, അല്ലെങ്കിൽ വല്ല നമ്മളെ ഇൻറ്റേർണലി എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ ഡെഫിഷ്യൻസി എന്തെങ്കിലും ഇഷ്യൂസോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ വിചാരിക്കുന്ന ആ ഒരു എനർജിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. അതേപോലെ തന്നെ മെൻ്റലി എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമ്മൾ ഇന്ന് വിചാരിക്കുന്ന ആ ഒരു എനർജി നാളെ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ കിട്ടണമെന്നില്ല. അപ്പോൾ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളത്, നമ്മൾ ഈ രണ്ട് കാര്യങ്ങൾ, അതായത് ഫിസിക്കലി ഓർ മെൻ്റലി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ളത് മറ്റുള്ളവർ മനസ്സിലാക്കുന്നതിനേക്കാളും ഏറ്റവും കൂടുതൽ നന്നായി നമുക്ക് തന്നെയാണ് നമ്മൾ മനസ്സിലാവുക. നമ്മൾ സ്വയം ഒന്ന് ആലോചിച്ച് നോക്കുക എന്താണെന്നുള്ളത്. പെട്ടെന്ന് അതിന് ഉള്ള ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ചെയ്യുക എന്നുള്ളത് അത് റൂൾ ഔട്ട് ചെയ്യുക. എന്ത് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിലും അത് ഏത് ഡോക്ടറാണ് കാണേണ്ടത് അവരെ കാണുക. എന്തെങ്കിലും ഒരു ഡെഫിഷ്യൻസി ഇഷ്യൂ ആയിരിക്കാം, അപ്പോൾ അതിനുള്ള മെഡിക്കേഷൻ എടുക്കാം. അപ്പോൾ ഒരു പക്ഷേ ഒരു വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഡിപ്രഷൻ വരെ വരാവുന്ന ഒരു കാര്യമാണ്. അത് വളരെ സിമ്പിളായിട്ട് നമ്മൾ കാണുന്നൊരു കാര്യമാണെങ്കിലും അത് ഡിപ്രഷനിൽ വരെ കൊണ്ടെത്തിക്കാം. അപ്പോൾ അത് അത്തരം ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് ഡോക്ടറെ കണ്ട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അവരത് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള മെഡിക്കേഷനൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉഷാറാവും. അപ്പോൾ അത് എന്താണെന്നുള്ളത് ഫിസിക്കലാണെങ്കിലും മെൻ്റലാണെങ്കിലും നമ്മൾ റൂൾ ഔട്ട് ചെയ്യുക. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നെക്സ്റ്റ് കാര്യം എന്ന് പറയുന്നത്, അതായത് പ്രോക്രാസ്റ്റിനേഷൻ്റെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നീട്ടിവെക്കാനുള്ള മെയിൻ കാര്യം, നമ്മൾ പ്രിവിലേജ്ഡ് ആയിരിക്കും. നമുക്ക് അത്ര ഏർജൻ്റായിട്ടുള്ളൊരു കാര്യമൊന്നും ആയിരിക്കില്ല നമ്മൾ വിചാരിക്കുന്ന കാര്യം, അല്ലെങ്കിൽ നമ്മളുടെ പ്രയോറിറ്റി ലിസ്റ്റിൽ ഭയങ്കര പ്രയോറിറ്റൈസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമായിരിക്കില്ല നമ്മളുടെ ആ ഒരു കാര്യം എന്ന് പറയുന്നത്. എപ്പോഴും നമ്മളൊരു കാര്യം വിചാരിക്കുമ്പോൾ അതിന് ഭയങ്കരമായിട്ട് 100% അതിനോട് ഫോക്കസ് കൊടുക്കുക, എന്നിട്ടത് ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പോൾ ഒരു പാമ്പിനെ കണ്ട് നമ്മളവിടെ നാളെ ഞാൻ അവിടെ നിന്ന് മാറാം അങ്ങനെ നമ്മൾ ചിന്തിക്കൂലല്ലോ. ആ പാമ്പിനെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ നമ്മൾ അവിടെ നിന്ന് ഓടും അല്ലേ, അത് കടിക്കുന്നു നമുക്കറിയാം. അപ്പം നമുക്ക് ആ പേടിയുണ്ട്, നമ്മളുടെ ആ ഏർജൻസി ഉണ്ട് അല്ലേ, അവിടുന്ന് രക്ഷപ്പെടണം, എൻ്റെ ജീവന് ഭീഷണിയാണ് എന്നുള്ളത്. അപ്പോൾ ജീവന് ഭീഷണിയാണ് എന്നുള്ള ആ ഒരു ഏർജൻസി അവിടെ വന്നുകൊണ്ടാണ് നമ്മളവിടെ ഓടിയത്. അത്തരം ഒരു അപ്പോൾ അവിടെ പ്രയോറിറ്റൈസ് ചെയ്ത് നമ്മൾ ബാക്കിയുള്ളതെല്ലാം മാറ്റി വെച്ച് നമുക്ക് നമ്മളെ ജീവനാണ് വില. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളതിനെ പ്രയോറിറ്റൈസ് ചെയ്ത് നമ്മളവിടെ നിന്ന് ഓടി. അപ്പം തന്നെ ആ സ്റ്റെപ്പ് എടുത്തു, നാളേക്കൊന്നും നീട്ടി വെക്കൂല. പക്ഷെ അതുപോലെ നമ്മൾ ഒരു കാര്യം വിചാരിക്കുകയാണെങ്കിൽ അത് അത്രയും ഏർജൻ്റ് ആയിരിക്കണം ജീവിതത്തിൽ. ഇപ്പോൾ ഒരു ജോലി വേണമെന്ന് വിചാരിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് ഭക്ഷണമൊന്നും കിട്ടണില്ല, പട്ടിണി കിടക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരു പ്രോക്രാസ്റ്റിനേഷനും അവിടെ നടക്കില്ല. അയാൾ എങ്ങനെയെങ്കിലും ആ ഒരു ജോലി, ഏതെങ്കിലും ഒരു ജോലി തപ്പിപ്പിടിച്ച് ആ ജോലി ചെയ്തിരിക്കും അല്ലേ. കാരണം പട്ടിണി എന്ന് പറയുന്നത് ജീവന് ഭീഷണിയായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതിനെ നമ്മൾ സേവ് ചെയ്യും, എങ്ങനെയെങ്കിലും നമ്മളെ ജീവൻ സേവ് ചെയ്യുക എന്നുള്ളത് മാത്രമായിരിക്കും നമ്മളുടെ ലക്ഷ്യം. അതുപോലെ ഇപ്പോൾ ചില ആൾക്കാർ പ്രോക്രാസ്റ്റിനേഷനെ ഇങ്ങനെ പറഞ്ഞു, എനിക്ക് ഡെയിലി ഞാനിങ്ങനെ ഇത് നോക്കുക എന്നല്ലാണ്ട് എൻ്റെ കാര്യങ്ങളൊന്നും നടക്കണില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എനിക്ക് ജോബ് കിട്ടണില്ല എന്നൊക്കെ പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് അത്ര അവർക്ക് ഏർജൻ്റ് അല്ല. കാരണം അവർ പ്രിവിലേജ്ഡ് ആണ്. ഒന്നല്ലെങ്കിൽ അവരെ ഹസ്ബൻഡോ അല്ലെങ്കിൽ ഫാദറോ ഒക്കെ ഉണ്ടാവും അവരെ ഫീഡ് ചെയ്യാൻ. അതുകൊണ്ടാണ് അവരത്രയും ഭയങ്കര ഏർജൻസി ആയിട്ട് അത് നോക്കാത്തത്. അപ്പോൾ അത് ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങളെപ്പോഴും ആലോചിക്കുക, നമ്മളെപ്പോഴും മറ്റുള്ളവരുടെ ഒരു ഡിപ്പെൻഡൻറ്റ് ആവാതെ നമ്മുടെ സ്വയം റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് സ്വയം തന്നെ ഏറ്റെടുക്കുക. കാരണം ജീവിതത്തിൽ പല സന്ദർഭങ്ങളും വരാം, നമ്മൾ ഒറ്റപ്പെടുന്ന സന്ദർഭങ്ങൾ. ആ സമയത്ത് എപ്പോഴും മറ്റുള്ളവരെ തന്നെ ഡിപ്പെൻഡ് ചെയ്യാതിരിക്കാനും ഒക്കെ നല്ലതാണ്. അല്ലാതെ പിന്നെ ഓരോരുത്തരുടെ ചോയ്സാണ് വേണോ വേണ്ടേ എന്നുള്ളത്. കാരണം അതൊക്കെ ജോബിൻ്റെ കാര്യം. പക്ഷേ ജോബ് പോലെ തന്നെ പല കാര്യങ്ങളും, ഇപ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണെങ്കിൽ ഒരു ഫുഡ് ഉണ്ടാക്കണമെന്ന് വിചാരിച്ച് അതിങ്ങനെ നീട്ടിക്കൊണ്ടുപോയി അതിൻ്റെ എല്ലാ ഇൻഗ്രീഡിയൻസും ഒത്തു വരട്ടെ എന്ന് ആലോചിച്ച് അത് ഉണ്ടാക്കണം എന്നുള്ള ആ ഒരു ചിന്ത ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ നമ്മൾ ഉണ്ടാക്കാൻ
അതിൻ്റെ എല്ലാവിധ കാര്യങ്ങളും പെട്ടെന്ന് ചെയ്യുക. എന്നിട്ട് ആ ഒരു ഡെഡിക്കേറ്റഡായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള മനസ്സ് എപ്പോഴും കാണിക്കുക. അതിങ്ങനെ നീട്ടി വെച്ചുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് ബാക്കിയുള്ള ദിവസങ്ങളൊക്കെ നമുക്ക് ഒന്നല്ലെങ്കിൽ പുറത്തുനിന്ന് വാങ്ങിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഈസി ഡിഷ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചിന്തിക്കണോണ്ടാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ അത് ചെയ്യണം എന്നുള്ള ഒരു എന്താ പറയുക, ആ ഒരു ഡെഡിക്കേഷൻ ഉണ്ടാവുക. അതിൽ ശ്രദ്ധ മാറാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനോട് തന്നെ ഫോക്കസ് ചെയ്തിട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ 2 കാര്യങ്ങളാണ് പ്രോക്രാസ്റ്റിനേഷനിൽ മെയിനായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യം. ഒന്ന്, നമ്മൾ പ്രിവിലേജ്ഡ് ആയിരിക്കും, അതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിക്കുന്ന ആ കാര്യം നമുക്ക് അത്ര ഏർജൻസി ഉള്ളൊരു കാര്യമൊന്നും ആയിരിക്കില്ല. അപ്പോൾ നമ്മൾ നാളെ ആവട്ടെ എന്ന് വിചാരിക്കും. രണ്ടാമത്തെ കാര്യം, നമുക്ക് ഹെൽത്ത് റിലേറ്റഡ് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന ആ ഒരു എനർജിയോട് കൂടിയിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇത് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഈ 2 കാര്യങ്ങളും നിങ്ങൾ റൂൾ ഔട്ട് ചെയ്യുക. എന്നിട്ട് നല്ല രീതിയിൽ തന്നെ എന്തെങ്കിലും കാര്യങ്ങൾ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങൾ. അപ്പോൾ അതിൻ്റെ കൂടെ ഞാനൊരു ബീഫ് സ്റ്റീക്ക് റെസിപ്പി കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇത് വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് നമുക്ക് കുക്കിംഗ് ടൈം കുറവുള്ള ഒരു റെസിപ്പിയാണ്. അപ്പം നല്ല ഡിലീഷ്യസ് ആയിട്ടുള്ള ഒരു റെസിപ്പിയും കൂടിയാണ്. ബീഫ് സ്റ്റീക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഇപ്പം വാങ്ങിക്കാൻ സൂപ്പർ മാർക്കറ്റ്സിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അത് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഒരു മാക്സിമം 5 മിനിറ്റ്സ് വരെയാണ് കുക്കിംഗ് ടൈം വരുന്നുള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് വെജിറ്റബിൾസ് ഇട്ടിട്ട് ഏതെങ്കിലും സോസസൊക്കെ ഒഴിച്ചിട്ട് നമുക്കൊരു ചൈനീസ് സ്റ്റൈലിലൊക്കെ പെട്ടെന്നൊരു സ്റ്റിർ ഫ്രൈ ഉണ്ടാക്കിയെടുക്കുക. നല്ല ഡിലീഷ്യസാണ്. ഞാൻ നെയ്ച്ചോറിൻ്റെ കൂടെയാണ് ഉണ്ടാക്കിയത്. അപ്പം എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ഡിഷാണ്. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങൾ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് വീഡിയോ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക,